അടുത്തതായിട്ട് പേജ് നമ്പർ 54 എക്സാമ്പിൾ 11 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് സൊല്യൂഷൻസ് ചെയ്തേക്കുന്നത് നോക്കാം. അപ്പൊ അതിനകത്ത് ടെക്സ്റ്റിൽ ചെയ്തേക്കുന്ന ചെറുതായിട്ടൊരു ഡിഫറൻസിലാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. 9x - 4y = 2000, 7x - 3y = 2000. ഓക്കെ, സോ അപ്പൊ ഇതിൽ ഏതിനാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് എക്സിനെ വേണോ വൈനെ വേണോ? അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ വൈനെ എലിമിനേറ്റ് ചെയ്യാൻ പോവാ. വൈനെ അപ്പൊ നോക്കി, വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ 4, വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ 3. നമുക്ക് കോഎഫിഷ്യൻസ് ഈക്വൽ ആവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 4ന്റെയും 3ന്റെയും LCM എടുക്കണം. സോ LCM ഓഫ് 4, 3 എത്ര? 4 × 3 എത്ര? 12 വരും. ഇനി ചെയ്യേണ്ടത് ഈ വൈയുടെ കോഎഫിഷ്യൻസ് രണ്ടും ഈക്വൽ ആക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ LCM 12 ആണെന്ന് കണ്ടു കഴിഞ്ഞു. 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആവും? 3 ഉണ്ട്. 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആവും? 4 ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ടിടത്തും 12 ആക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ ഈ റൗണ്ട് ചെയ്തേക്കുന്ന ഇക്വേഷൻ നമ്പർ 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 ഇട്ടിട്ട് റൗണ്ട് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ എന്തുകൊണ്ടാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്നുള്ളത് ഇപ്പൊ കാണാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുള്ളും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 9 3s are 27x minus 3 4s are 12y is equal to 2000 into 3 എത്ര വരും? 6000 വരും. സോ അങ്ങനെ ചേഞ്ച് ചെയ്ത ഇക്വേഷൻ ആയതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 3 കൊടുത്തു. കാരണം ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2, 3 ആയി. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 2നെ എനിക്ക് ഇവിടെ 12 വരണം. ഇവിടെ 12 വരണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബിക്കോസ് 4 × 3 എത്ര? 12. സോ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 4s are 28x minus 4 × 3 എത്ര? 12y is equal to 4 × 2 എത്ര വരും? 8000 വരും. ഇക്വേഷൻ നമ്പർ 4. അപ്പോ ഈ രണ്ട് ഇക്വേഷൻസിന്റെയും വൈയുടെ കോഎഫിഷ്യൻസ് ഇപ്പോൾ ഈക്വൽ ആയി മാറി, -12 ആയി മാറി. സോ അതുകൊണ്ട് ഇനി ഞാൻ ഈ രണ്ട് ഇക്വേഷൻസിനെ അങ്ങ് വിടുവാണ്. എനിക്ക് ഈ രണ്ട് ഇക്വേഷൻസ് മതി. ആ രണ്ട് ഇക്വേഷൻസിനകത്ത് നിന്ന് ഞാൻ വൈനെ എലിമിനേറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക, എന്താണ്? സെയിം സൈൻ സബ്ട്രാക്ട്, ഓപ്പോസിറ്റ് സൈൻ എന്താണ്? ആഡ്. ഇവിടെ വൈ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന വൈയുടെ സൈൻ എന്താണ്? സെയിം സൈൻ, രണ്ടിനും എന്താണ്? നെഗറ്റീവ് ആണ്. സോ സെയിം സൈൻ ആകുമ്പോൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സോ ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, അങ്ങനെ ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4 ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും സബ്ട്രാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ സൈൻ മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇവിടെ +28 ഞാൻ നെഗറ്റീവ് ആക്കി, -12y എന്താവും? പ്ലസ് ആക്കി മാറ്റി, +8000 ഞാൻ മൈനസ് ആക്കി മാറ്റി. ഇതിന് ശേഷം പഴയതുപോലെ ആഡ് ചെയ്തങ്ങ് പോയാൽ മതി. സോ 27x-ഉം -28x-ഉം -x, -12y-യും +12y-യും കൂടെ എന്താവും? ഇപ്പോൾ 0 is equal to 6000-ഉം -8000-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര? -2000. സോ ഇത് -x is equal to -2000. ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ബൈ -1. സോ ഇവിടെ നമുക്ക് ഈ -x അല്ല നമുക്ക് വേണ്ടത്, +x. സോ ഫുൾ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ x is equal to, രണ്ടിടത്തെ മൈനസ് പോവും, x is equal to എത്ര കിട്ടും? 2000 എന്ന് കിട്ടും. ഓക്കെ, സോ അത് ഒരു ആൻസർ. ഓക്കെ, ഇങ്ങനെ x കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പഴയ കണക്ക് തന്നെ പുട്ട് x is equal to 2000 in equation 1-ലോ 2-ലോ ഇട്ട് കൊടുക്കാം. 1-ലോ 2-ലോ 3-ലോ 4-ലോ എവിടെ ഉള്ളോ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ളത് 1 ഉം 2 അല്ലേ? കാര്യം നമ്മൾ 1 ഉം 2-നെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കി വെച്ചേക്കാണ് 3 ഉം 4-ഉം. സോ 1-ൽ ഇട്ട് കൊടുത്താൽ മതി. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് 9x - 4y = 2000 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1-ൽ ഇട്ട് കൊടുക്കുമ്പോൾ x-ന് 2000, അപ്പൊ 9 × എന്ത് വരും? 2000 - 4y = എത്ര വരും? 2000. 9 × 2 എത്ര വരും? 18,000 - 4y = എത്ര വരും? 2000. -4y = 2000. ഇത് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് -18,000. -4y = ഇവിടെ 2000 -18,000 കൂടെ ആകുമ്പോൾ എന്ത് വരും? -16,000. സോ y = -16,000 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക്
-4. മൈനസും മൈനസും ക്യാൻസൽ ആയി പോവും. 16/4 എന്ന് വരും 4 വരും. ബാക്കി സീറോസ് ആഡ് ചെയ്യുമ്പോൾ 4000. ഓക്കെ, അപ്പൊ നമുക്ക് വാല്യൂസ് കിട്ടി. y എത്ര? 4000. അപ്പൊ ഇനി എന്തോ ചെയ്യേണ്ട? എടുത്ത് എഴുതണം അല്ലെ. x is equal to 2000 എന്നും y is equal to 4000 എന്നും എടുത്ത് എഴുതിയാൽ മാത്രം മതി. സോ അപ്പൊ ടെക്സ്റ്റിൽ കിടക്കുന്നത് വേറെ രീതിയിലാണ്. അതായത് ഈ സബ്ട്രാക്ഷൻ ചെയ്തേക്കുന്നത് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ആക്കിയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാ എളുപ്പമെന്ന്. നിങ്ങൾക്ക് ഇതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാം. ഓക്കെ, അടുത്തൊരു സെക്ഷൻ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസ് തന്നാല് അതിന്റെ ഗ്രാഫ് ഏതൊക്കെ തരത്തിലായിരിക്കും എന്ന് പറഞ്ഞു. ഒന്നുകിൽ ആ രണ്ട് ലൈൻസ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടോ ഇക്വേഷൻസിന്റെ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ ഇവിടെ ഒരു എക്സും ഇവിടെ എന്തുണ്ടാവും? ഒരു വൈയും ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റില് കോർഡിനേറ്റ്സ് ആണ് എക്സും വൈയും. അതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ഗ്രാഫായിട്ട് വരച്ച് അങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്. അടുത്ത കേസ് കോയിൻസിഡന്റ് ലൈൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു ഇക്വേഷൻ, ലൈൻഡ് ഇക്വേഷൻ ആണ്. അടുത്ത ലൈൻഡ് ഇക്വേഷൻ ഇവിടെ നിന്നാണെന്ന് വെച്ചോ. സോ ഇത്രേ ഉള്ളെന്ന് വെച്ചോ. ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ഈ രണ്ട് ലൈൻസും കോയിൻസൈഡ് ചെയ്ത് കിടക്കുവാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കേസിൽ എത്ര കോമൺ പോയിന്റ്സ് ഉണ്ട്? ഇവിടെ മുതൽ മൊത്തം കോമൺ പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് രണ്ട് കളറിൽ വരച്ച് നോക്കാം. അതായത് ഇതെല്ലാം കോമൺ പോയിന്റ്സ് ആണ്, ഇത്രയും സ്ഥലം. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം എന്തുണ്ട്? കോമൺ പോയിന്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോമൺ പോയിന്റ്സ്, therefore infinite number of solutions എന്ന് പറയാം. ഓക്കെ, അടുത്തതായിട്ട് രണ്ട് ലൈനിന്റെ ഇക്വേഷൻസ് ചിലപ്പോൾ പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇന്റർസെക്ഷൻ ഇല്ല, therefore ഇവിടെ എന്തില്ല? സൊല്യൂഷൻ ഇല്ല. സോ അപ്പൊ നോക്കേ, ഇവിടെ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്, ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, therefore യുണീക് സൊല്യൂഷൻ. യുണീക് സൊല്യൂഷൻ മീൻസ് ഓക്കെ ഒറ്റ സൊല്യൂഷൻ. ഓക്കെ, ഇതെന്താണ്? കോയിൻസിഡന്റ് ലൈൻസ്. കോയിൻസിഡന്റ് ലൈൻസ് ആവുമ്പോഴത്തേക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇവിടെ എന്ത് ലൈനാണ്? പാരലൽ ലൈൻ ആണ്. therefore ഇതിന് എന്താണ്? നോ സൊല്യൂഷൻ. സോ അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? ഒരു രണ്ട് ഇക്വേഷൻസ് തന്നാല് ഇന്റർസെക്റ്റിംഗ് ആണോ, കോയിൻസിഡന്റ് ആണോ, അല്ലെങ്കിൽ പാരലൈൻ ആണോ എന്ന് കണ്ടുപിടിക്കാനൊക്കെ ഫോർമുലയൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ തൽക്കാലം ഓർത്ത് വെച്ചേക്കുക, ഇന്റർസെക്റ്റിംഗ് ലൈൻസിന്റെ സൊല്യൂഷൻസ് മാത്രമേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിലും എലിമിനേഷനിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? കണ്ടുപിടിക്കുന്നുള്ളൂ. കോയിൻസിഡന്റ് ലൈൻസ് നമുക്ക് ചിലപ്പോൾ ഗ്രാഫിൽ വരയ്ക്കാൻ കാണുന്നേ ഉള്ളൂ, അങ്ങനെ സൊല്യൂഷൻ ചോദിക്കാറില്ല. പാരലൈൻസിന് പിന്നെ എന്തില്ല? സൊല്യൂഷൻ ഇല്ല. അപ്പൊ യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് എക്സിനും വൈക്കും എന്തോന്നും ഓരോ വാല്യൂസ്. പക്ഷെ ഇവിടെ വരുമ്പോഴോ കോയിൻസിഡന്റ് ലൈൻസ് ആകുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. അതായത് എക്സിനും വൈക്കും ഓരോ ഡിഫറെന്റ് ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. ഇവിടെ എക്സിനും വൈക്കും ഒറ്റ വാല്യൂ ഉള്ളൂ. ദാറ്റ് ഈസ് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ. അതാണ് യൂണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. കാര്യം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പഠിക്കാനുണ്ട്. അതാണ് കാരണം ഇത് വെച്ചിട്ട് എക്സസൈസ് നമുക്ക് ചെയ്യാനുണ്ട്. തൽക്കാലം നമുക്ക് ഈ എലിമിനേഷൻ മെത്തേഡ് പറഞ്ഞതുകൊണ്ട് ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന രണ്ട് ലൈൻസ് പാരലൽ ലൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സിനും വൈക്കും എന്ത് കിട്ടത്തില്ല? വാല്യൂസ് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കേ, ഞാൻ പറഞ്ഞു ഈ രണ്ട് ലൈൻസ് എന്താണ്? പാരലൽ ലൈൻസ് ആണ്. അപ്പൊ ഇതിന് സൊല്യൂഷൻ ഇല്ല. അപ്പൊ അതെങ്ങനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എലിമിനേഷൻ മെത്തേഡിലാണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ 1, ഇക്വേഷൻ 2 നമുക്കപ്പോ ഏതിനെ എലിമിനേറ്റ് ചെയ്യാം? എക്സിനെ വേണോ വൈനെ വേണോ? എക്സിനെ എലിമിനേറ്റ് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നോക്കി, ഇവിടെ 2x, ഇവിടെ 4x, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്താവും? 4 ആവും. സോ ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു ഞാൻ എന്ത് ചെയ്യുന്നു? 2 ചെയ്യുവാണ്. സോ 2x ഇൻറ്റു 2 4x പ്ലസ് 3y ഇൻറ്റു 2 6y ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 2 എത്ര വരും? 16 വരും. ഓക്കെ, സോ ഇത് ഇക്വേഷൻ നമ്പർ 3. ഇനി ഞാൻ 2നെ അതേ കണക്ക് എടുത്ത് എഴുതുവാണ്. 2നെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. 4x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 7. ഓക്കെ, അപ്പൊ നോക്കാം, എക്സിന് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. എക്സിന്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആയി മാറി, 4 തന്നെ ആയി. പക്ഷെ വൈയുടേത് ഓട്ടോമാറ്റിക്കലി എന്തായി മാറി? ഈക്വൽ ആയി മാറി. അപ്പൊ നോക്കേ, ഇവിടെ എക്സിനും വൈക്കും
എക്സിന് 2, ഇവിടുത്തെ എക്സിന് 2, ഇവിടുത്തെ എക്സിന് 4, ഇവിടുത്തെ വൈക്ക് 3, ഇവിടുത്തെ വൈക്ക് 6 ആയിരുന്നു. പക്ഷെ എക്സിന് ഒരു ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോഴത്തേക്ക് വൈ എന്തായി? ഈക്വൽ ആയി. ഇനിയിപ്പോ നമുക്കറിയാം എക്സിനെയാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അതാണ്ട് ഞാൻ എക്സിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. എക്സിന്റെ സൈൻ എന്താണ്? സെയിം സൈൻ. അപ്പം സെയിം സൈൻസ് സബ്ട്രാക്ട് ചെയ്യാനല്ലേ. അപ്പൊ ഞാൻ നോക്കിയ 3 - 2 ചെയ്യുവാണെന്ന് കരുതുക. രണ്ടാമത്തെ സൈൻ മാറ്റണമെന്ന് നമുക്കറിയാം. സബ്ട്രാക്ഷൻ ചെയ്യുന്നതിന് വരെ രണ്ടാമത്തെ സൈൻ മാറ്റിയിട്ട് ആഡ് ചെയ്യണം. സോ +4x -4x കൂടെ 0, +6y -6y കൂടെ എത്ര? 0. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 16 - 7 = 9. 0 = 9 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് എന്താ എക്സിനെ എലിമിനേറ്റ് ചെയ്തപ്പോ എന്തും കൂടെ അങ്ങ് പോയി, വൈയും കൂടെ ഓട്ടോമാറ്റിക്കലി അങ്ങ് ക്യാൻസൽ ആയി പോയി. സോ അതുകൊണ്ട് എന്തല്ല, ദിസ് പെയർ ഓഫ് ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ എന്ന് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. കാരണം എന്താണ്? ഇത് പാരലൽ ലൈൻസ് ആണ്. അപ്പൊ നിങ്ങൾ തൽക്കാലം എഴുതി വെച്ചാൽ മതി, ദിസ് പെയർ ഓഫ് equations has no solution. ഇതിന് എന്തില്ല? സൊല്യൂഷൻ. അപ്പം ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ മിക്ക കുട്ടികളും സ്റ്റക്ക് ആയിക്കുന്നുണ്ട്. അവർ വിചാരിക്കും എക്സിലും വൈക്കും വാല്യൂ കിട്ടുമെന്നും. അപ്പൊ ഈ റീസൺ ഇതാണ്. ഇത് എന്ത് ലൈൻസ് ആണ്? പാരലൽ ലൈൻസ് ആണ്. അത് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ഒന്ന് നോക്കാം. 2x + 3y = 8. ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുവാണ്. 2x + 3y = 8. പിന്നെന്താ? 4x + 6y = 7 അല്ലെ? ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എന്താ? 2x + 3y = 8. അതെടുക്കാം. ഫ്രം 1, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫ്രം 1 2x + 3y = 8. സോ 2x = എന്താണ്? 8 - 3y. y ടേം അപ്പുറത്തോണ്ട് പോയി. സോ x = എന്ത് വരും? 8 - 3y/2 എന്ന് വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ കിട്ടിയ എക്സ് വാല്യൂ എടുത്ത് വിട്ടു കൊടുക്കണം. ഫ്രം 1 നിന്നാണ് നമുക്ക് എക്സ് വാല്യൂ കിട്ടിയത്. ഇത് എടുത്ത് വിട്ടു കൊടുക്കണം. ഇക്വേഷൻ 2 ഇട്ട് കൊടുക്കണം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് വാല്യൂ ഇൻ ഏത്? ഇക്വേഷൻ 2. ഇക്വേഷൻ 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 4 × ഈ എക്സിന് വരെ എന്തിട്ട് കൊടുക്കണം? 8 - 3y/2 ഇട്ട് കൊടുക്കണം. ഇക്വേഷൻ 2 എക്സിന് വരെ ഈ വാല്യൂ. സോ 4 × എക്സിന് വരെ ഇത് ഇട്ട് കൊടുത്തു. +6y = 7. ഓക്കെ, ഈ 4ഉം 2 കൂടെ നമ്മൾ കട്ട് ചെയ്യാൻ ഇവിടെ എന്ത് വരും? 2. സോ 2 × 8 - 3y + 6y = 7. 2 × 8 എത്ര? 16 - 3 × 2 എത്ര? 6y + 6y = എത്ര? 7. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു? -6y +6y കൂടെ ക്യാൻസൽ ആയി പോകുന്നു. സോ നമ്മൾ എന്തിനാണ് എക്സിന്റെ വാല്യൂ എടുത്ത് ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുത്തത്? y കിട്ടാനായിട്ടായിരുന്നു. അപ്പൊ അവിടെ ആ ഒരു ഉദ്ദേശം നടക്കുന്നില്ല. നമുക്ക് ഒരു വേരിയബിളിന്റെ വാല്യൂ ഇവിടെ കിട്ടുന്നില്ല. സോ അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ദിസ് പെയർ ഓഫ് ഇക്വേഷൻസ് ഹാസ് നോ സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ശരിക്കും നമ്മൾ പറഞ്ഞു വന്നത് എലിമിനേഷൻ മെത്തേഡിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ പേജ് നമ്പർ 55 ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ അതിനകത്ത് അത് വന്നുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇത് എങ്ങനെയാ വരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതും ഏതൊക്കെ തരത്തിലുള്ള ലൈൻസ് വരുന്നു എന്നുള്ളതും പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വരുന്നുണ്ട്. 2 ലൈൻസ് ഇന്റർസെക്റ്റിംഗ് ആവാം. ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ എത്ര സൊല്യൂഷൻ? യുണീക് സൊല്യൂഷൻ. എക്സാക്ട്ലി എത്ര സൊല്യൂഷൻ? 1 സൊല്യൂഷൻ. കോയിൻസിഡന്റ് ലൈൻസ് ആണെങ്കിൽ ഒന്നിന്റെ പുറത്തൂടെ ആയിരിക്കും വേറെ ലൈൻ. കോയിൻസിഡന്റ് ലൈൻസ് ആണെങ്കിൽ എത്ര? മെനി സൊല്യൂഷൻ. പിന്നെ എന്താ ഉള്ള? പാരലൽ ലൈൻസിന് എന്താണ്? നോ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മിക്കതും ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഉടൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് എലിമിനേഷൻ മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മൾ എക്സസൈസ് 3.4 ക്വസ്റ്റ്യൻ നമ്പർ 1 സബ് ക്വസ്റ്റ്യൻ 1 ആണ് എടുത്തിരിക്കുന്നത്. x + y = 5, 2x - 3y = 4. ഓക്കെ, ഞാനപ്പം ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് y-നെ എലിമിനേറ്റ് ചെയ്യാൻ പോവാ. ഇവിടുത്തെ y-യുടെ കോഎഫിഷ്യന്റ് +1. ഇവിടെ y-യുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? ഇവിടുത്തെ y-യുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? -3 ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഇക്വേഷൻ, ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ 1, ദിസ് ഈസ് ഇക്വേഷൻ 2. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇക്വേഷൻ 1 × 3 ചെയ്താൽ ഇവിടെ 3y ആവും. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്. സോ ഇക്വേഷൻ 1 × 3
equation, then it becomes 3x plus 3y is equal to 3 5s are 15. This is equation 3. Okay, so now consider equation 2 also. 2 അതിനൊക്കെ എടുത്ത് എഴുതാം. എന്താണ് 2x minus 3y is equal to 4. Okay, സോ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കുക, y ആണ് ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് +3, ഇവിടെ എന്തുവാ -3. ഓപ്പോസിറ്റ് സൈൻ വരുമ്പോ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത്? ഓപ്പോസിറ്റ് സൈൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 2, then it becomes 3x plus 2x is equal to 5x plus 3y plus minus 3y is equal to 0 plus 0 is equal to 19. 15 plus 4 19. So 5x is equal to 19. X is equal to 19 by 5. Clear? Then നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Put x is equal to 19 by 5 in equation 1 ഇട്ട് കൊടുക്കുക. അതല്ലേ എളുപ്പം. Okay. So x plus y is equal to 5. It will become 19 by 5 plus y is equal to 5. So y is equal to 5. ഇത് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് -19 by 5. That is y is equal to LCM എടുക്കുമ്പോൾ 5 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 മൈനസ് ഇവിടെ 1 ഉണ്ടെന്ന് കൺസിഡർ ചെയ്താൽ മതി. 5 into 5 25 minus 1 into 19 19 divided by 5 into 1 5. That is y is equal to 25 minus 9 over 6 by 5. Okay. Therefore the answers are x is equal to 19 by 5 y is equal to 6 by 5. അപ്പൊ x നും y ക്കും ഓരോ വാല്യൂസ് കിട്ടി. അപ്പൊ ഇത് ഈ ലൈൻസ് എന്ത് ലൈൻസ് ആയിരിക്കും? ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും അല്ലെ? ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് സബ് ക്വസ്റ്റ്യൻ 4 ആണ് നമ്മൾ ചെയ്യുന്നത്. x by 2 plus 2y by 3 is equal to -1. x minus y by 3 is equal to 3. സോ അപ്പൊ ഈ ഡിനോമിനേറ്ററിൽ ഈ നമ്പേഴ്സ് വരുന്നത് കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇത് ആദ്യത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്ററിലുള്ള നമ്പേഴ്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവിടെ 2 3 2ന്റെയും 3ന്റെയും LCM എത്രയാ? 6. ആ 6 കൊണ്ട് ത്രൂ ഔട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ബൈ 6 ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 6 into x by 2 plus 6 into എത്ര? 2y by 3 is equal to അപ്പുറത്തും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. 6 into -1. സോ ഇവിടെ കട്ടാകുമ്പോൾ 3x, ഇവിടെ രണ്ടും കട്ടായി പോകും. 3x പ്ലസ് ഇവിടെ കട്ടാകുമ്പോൾ 2 വരും. ഇവിടെ കട്ടാക്കുമ്പോൾ എന്ത് വരും? 2 into 2 എത്ര? 4. 4y is equal to -6. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് തന്നിരുന്ന ഇക്വേഷനകത്ത് ഡിനോമിനേറ്ററിനെ അവോയ്ഡ് ചെയ്യാൻ അതിന്റെ LCM എടുത്തിട്ട് ഫുൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 3x plus 4y is equal to -6. ഇക്വേഷൻ നമ്പർ 1. അടുത്ത തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ എക്സിന്റെ ഡിനോമിനേറ്റർ 1 ഉണ്ടെന്ന് കൺസിഡർ ചെയ്താൽ മതി. സോ 1ന്റെയും 3ന്റെയും LCM എത്ര? 3. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ബൈ 3 ചെയ്യാം. മൾട്ടിപ്ലൈ ബൈ 3 ചെയ്യുമ്പോഴത്തേക്ക് implies 3 into x by 1 minus 3 into y by 3 is equal to 3 into 3. Okay. So ഇവിടെ 3x ഈ 3 3 ക്യാൻസൽ ആയിപ്പോ -y is equal to എത്ര വരും? 9. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ മതി. പഴയ കണക്ക് തന്നെ ആ രണ്ട് ഇക്വേഷൻസ് ഞാൻ എടുത്ത് എഴുതുവാണ്. നോക്കേ, 3x plus 4y is equal to -6 ഇക്വേഷൻ നമ്പർ 1. ഇതിനെ എന്താണ്? 3x minus y is equal to 9 ഇക്വേഷൻ നമ്പർ 2. നോക്കേ, ഓൾറെഡി എക്സിന്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആയി അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതിനെ എലിമിനേറ്റ് ചെയ്താൽ മതി. ഓക്കെ. പക്ഷെ എന്ത് സൈൻ ആണ്? സെയിം സൈൻ സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? സോ 1 ഉം 2 ഉം 1ന് എന്ത് കുറയ്ക്കണം? നമ്മൾ 2 കുറയ്ക്കണം. കുറയ്ക്കുന്നതിന് പകരം രണ്ടാമത്തെ ഇക്വേഷൻസിന്റെ സൈൻ മാറ്റണം. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് പ്ലസ് 3x എന്താവും? മൈനസ് ആവും. മനസ്സിലാക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ റെഡിങ് ഉപയോഗിക്കുന്നത്. -y എന്താവും? പ്ലസ് y ആവും. +9 എന്താവും? മൈനസ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഈ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതിയിട്ട് അടിയിൽ ഉടനെ അങ്ങ് വരയിടാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കാം. ഇത് എനിക്ക് സൈൻ മാറ്റാനായിട്ട്. ഓക്കെ. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ വരാം. സൈൻ മാറ്റി ആഡ് ചെയ്യാം. +3x -3x കൂടെ 0 പ്ലസ് 4y പ്ലസ് y കൂടെ എത്ര ആവും? 5y പ്ലസ് 5y is equal to -6 -9 കൂടെ എത്രയാ? -15. സോ y is equal to ഈ 5 അപ്പുറത്ത് പോകും. -15 by 5 y is equal to എത്ര വരും? 3 -3. ഓക്കെ. അപ്പൊ y യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? y is equal to
-3. ഇനി നമുക്കതെടുത്ത് ഈ ഒരു ഇക്വേഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് y is equal to -3 in ഇക്വേഷൻ 1 ഇട്ട് കൊടുത്താൽ പോരെ. ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 3x പ്ലസ് 4 ഇൻറ്റു വൈക്ക് വരെ എന്ത് ഇട്ട് കൊടുക്കണം? -3. 4 ഇൻറ്റു -3 is equal to -6. So 3x minus 12 is equal to -6. 3x is equal to -6 plus 12. -12 അപ്പുറത്തും plus 12. 3x is equal to 6. x is equal to 6/3. x is equal to എത്ര വരും? 2. ഓക്കെ. അപ്പം x ന്റെ വാല്യൂ 2 ഉം y യുടെ വാല്യൂ എത്രയും വന്നു? -3 വന്നു. അതെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതുക. x is equal to 2, y is equal to -3 is the solution of the equation. അപ്പോഴും ആലോചിച്ചോണം, ഈ രണ്ട് ലൈൻസ് എന്തായിരിക്കും? ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ഓക്കെ. അപ്പം ഈ രണ്ട് ലൈൻസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഇത് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടുത്തെ കോർഡിനേറ്റ്സ് ആയിരിക്കും എക്സും വൈയും. ആ എക്സ് എന്തായിരിക്കും? 2, y എത്ര ആയിരിക്കും? -3. അവിടെ ആയിരിക്കും അത് ജോയിൻ ആവുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഈ LCM ഒക്കെ എടുത്ത് ചെയ്യുന്ന ഈ കാറ്റഗറി ക്വസ്റ്റ്യൻസ് കുറെ തവണ ചെയ്ത് നോക്കുക, 2ൽ കൂടുതൽ തവണ ചെയ്ത് നോക്കുക, എന്നാലേ മനസ്സിലിരിക്കത്തുള്ളൂ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 3.4 ക്വസ്റ്റ്യൻ നമ്പർ 1 സബ് ക്വസ്റ്റ്യൻ 3 ആണ്. 3x minus 5y minus 4 is equal to 0. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം നമ്മള്? 3x minus 5y, ഈ -4 അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പൊ എന്ത് വരും? +4. അത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. അപ്പൊ -4 അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ എന്ത്? +4 ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഇതെന്താണ്? 9x is equal to 2y plus 1. അപ്പൊ അതിനെ എന്ത് ചെയ്യാം? നമുക്ക് 9x ഈ y നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -2y is equal to 7. ഇക്വേഷൻ നമ്പർ 2y. ക്ലിയർ ആയോ? അപ്പൊ ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്ത് പോയാൽ മതി? സോൾവ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ. അപ്പൊ ഏതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം? നോക്കിക്കേ. ഫസ്റ്റ്ലി ഇവിടെ ഒരു 3x ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട്? 9x ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 ആവും. ഇവിടെ ഒന്നും ചെയ്യണ്ട, ഇക്വേഷൻ 2 അതാണ് കിട്ടാൻ മതി. സോ ഇക്വേഷൻ 1 into 3 ചെയ്യുവാണ് ഞാൻ. 3 3s are 9x minus 5 3s are 15y is equal to 4 3s are എത്ര? 12. ഓക്കെ. അടുത്ത ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇക്വേഷൻ നമ്പർ 3 ആയി മാറി. 2നെ അതേ കണക്ക് എടുത്ത് എഴുതണം. അപ്പൊ ശ്രദ്ധിക്കുക, ഇക്വേഷൻ നമ്പർ 1ൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വേറൊരു ഇക്വേഷൻ ആക്കണം. ഓൾറെഡി ഇക്വേഷൻ 1ഉം 2ഉം ഉണ്ട് ഇവിടെ, അതുകൊണ്ട് പുതിയ ഇക്വേഷൻ 3. 2നെ അതേ കണക്ക് എടുത്ത് എഴുതുന്നു, ചേഞ്ച് ഒന്നുമില്ല. 2 എടുത്ത് എഴുതുമ്പോഴത്തേക്ക് 9x minus 2y is equal to 7. ഇനി ശ്രദ്ധിക്കുക, എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ ഈക്വൽ ആക്കിയത്. എങ്ങനെയാണ് ഈക്വൽ ആക്കിയത്? ഇവിടെ 3x ഇവിടെ 9x, ഇവിടെ മാത്രം ഒരു 3 കൊണ്ട് ഇക്വേഷൻ ത്രൂട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഓക്കെ ആയി. ഒരു ഓപ്പറേഷൻ നടന്നത് ഇക്വേഷൻ 3ൽ മാത്രമാണ്, ഇക്വേഷൻ 1ൽ മാത്രമാണ്. 2നെ വെറുതെ എടുത്ത് എഴുതിയതേ ഉള്ളൂ. ഇനി നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ളത് x ആണ്. x അപ്പൊ നോക്കാം, സൈൻ എന്തുവാ? സെയിം സൈൻ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സോ അപ്പൊ 3 - 2 ചെയ്യണം അല്ലെ? 3 - 2 ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാ? 3 - 2 എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? സൈൻ മാറ്റി കൊടുക്കും. അപ്പൊ ഇവിടെ +9x മൈനസ് ആവും, -2y + 2y ആവും, +7 -7 ആവും. ഓക്കെ. സോ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആവും. -15y +2y കൂടെ -13y is equal to +12 -7 കൂടി ആകുമ്പോഴത്തേക്ക് എത്ര വരും? +5 വരും. ഓക്കെ. സോ y is equal to 5/-13 എന്നോ y is equal to -5/13 എന്നോ എഴുതാം. ഓക്കെ. ഓക്കെ. ഇനി അപ്പൊ അടുത്ത് ചെയ്യേണ്ടത് ഈ y വാല്യൂ എടുത്തിട്ട് കൊടുക്കണം. പുട്ട് y is equal to -5/13 in ഏത് ഇക്വേഷൻ? 1ൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഇക്വേഷൻ നമ്പർ 1. താണ്ട് ഇവിടെയാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. ഇവിടെ ഇടണ്ട, ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ. സോ അപ്പൊ എന്തിട്ടും 3x - 5 into yക്ക് വരെ എന്തിട്ട് കൊടുക്കണം? -5/13 is equal to 4. So equation number 1 becomes, അവിടെ നോക്കേ, 3x മൈനസ് ഈ 5 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കൂടെ പ്ലസ് ആവും. 25/13 is equal to 4 എന്ന് വരും. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ഇതങ്ങ് അപ്പുറത്ത് പോട്ടെ. അപ്പൊ 3x is equal to 4 - 25/13 കിട്ടും. 3x is equal to 13 into 4 വരും. 13 into 2 എത്ര? 26. അപ്പൊ 26 into 2 വരുമ്പോഴത്തേക്ക് എത്ര വരും? 52 വരും. 52 - 25/13 വരും. 3x is equal to 52 ന്ന് 25 പോയി കഴിഞ്ഞാൽ 27/13 വരും. ഇനി അടുത്തത് x നമുക്ക് കണ്ടുപിടിക്കണം. x is equal to
27/13 ഇവിടെ മൾട്ടിപ്പിൾ ഇത് എന്ത് ചെയ്യും താഴെ വരും ഇൻറ്റു എന്ത് വരും 3 വരും. ഓക്കെ, അപ്പൊ ഈ 3യും 27 കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ കട്ട് ആകുമ്പോഴത്തേക്ക് 9 വരും. ഓക്കെ, 9 വരും. 9/13 എന്ന് വരും. ഓക്കെ, വാല്യൂസ് നോക്കെ എക്സ് ഇസ് ഈക്വൽ ടു 9/13, വൈ ഇസ് ഈക്വൽ ടു -5/13. അത് എടുത്ത് എഴുതണം. സോ ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 9/13 ആൻഡ് y is equal to -5/13. 3x plus 4y is equal to 10. 2x minus 2y is equal to 2. നമുക്ക് ഇവിടെ y യുടെ കോഎഫിഷ്യന്റ് 4, ഇവിടുത്തെ y യുടെ കോഎഫിഷ്യന്റ് -2. അപ്പൊ ഈ ഇക്വേഷൻ നമ്പർ 2നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും 4 വരും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ x ന്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കണമെങ്കിൽ ഇവിടെ 3 ഇവിടെ 2. അപ്പൊ ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ 6 ആക്കണം, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 6 ആക്കണം. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കാൻ നിന്നാൽ ഈ രണ്ട് ഇക്വേഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ വൈയുടെ അതേസമയം ഇവിടെ 4, ഇവിടെ ഒരു 2 കൊണ്ട് മാത്രം ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് വരും 4 വരും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ 1 ആയിട്ടും ഇതിനെ 2 ആയിട്ടും കൺസിഡർ ചെയ്യണം. 1നെ ഒന്നും ചെയ്യണ്ട, 3x plus 4y is equal to 10 ആക്കുക. ഇക്വേഷൻ നമ്പർ 2ല് ചേഞ്ച് വരുത്തണം. അപ്പൊ ചേഞ്ച് വരുത്തുന്നത് എങ്ങനെയാണ്, ഇക്വേഷൻ നമ്പർ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഇവിടെ 4 ആവത്തുള്ളൂ, ബിക്കോസ് ഇവിടെ ഓൾറെഡി 4 ഉണ്ട്. സോ 2 into 2, that is equation 2 becomes 2 into 2x 4x, again 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4y, പ്ലസ് അല്ല മൈനസ് ആണ്, -4y is equal to എന്ത് വരും 2 into 2 എത്ര 4. അപ്പം ഇക്വേഷൻ നമ്പർ 2 ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, therefore ഇക്വേഷൻ നമ്പർ 3 ആയി. ഇനി ഇക്വേഷൻ നമ്പർ 1ഉം 3യും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നോക്കേ, എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് y ആണ്. വൈയുടെ കോഎഫിഷ്യന്റ് +4 -4. ഓപ്പോസിറ്റ് സൈൻസ് ആഡ് ചെയ്താൽ മതി, therefore ആഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡിഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും വേണ്ട, ചുമ്മാ ആഡ് ചെയ്ത് പോയാൽ മതി. 3x ഉം 4x ഉം കൂടെ 7x, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തൊരു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 + 4 എത്ര വരും 14. 7x is equal to 14, x is equal to 14/7, x is equal to 2. So put x is equal to 2 in equation 1 ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ 1 എന്താണ്, 3x plus 4y is equal to 10. x ന് 2 കൊടുക്കുമ്പോൾ 3 into 2 6 plus 4y is equal to 10. 4y is equal to 6 അപ്പുറത്ത് പോകുമ്പോൾ 10 minus 6. 4y is equal to എത്ര വരും 4. y is equal to 4/4. y is equal to എത്ര 1. Therefore നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ സൊല്യൂഷൻ എടുത്ത് എഴുതണം. ദാ x is equal to 2 and y is equal to 1. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഏതെങ്കിലും സെക്ഷനിൽ എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, സ്പീഡിലാണ് പോകുന്നതെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എഴുതുക. അപ്പൊ നമ്മൾ ചെയ്തത് എലിമിനേഷൻ മെത്തേഡിന്റെ പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്തത്. കുറെ അധികം പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എല്ലാ പ്രോബ്ലംസും ഒരു മോർ ദാൻ 3 ടൈംസ് എഴുതി പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നുണ്ട്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ PDF ആയിട്ട് അയക്കുന്നുണ്ട്. ആ PDF ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഫൈനൽ ആൻസറും കൂടി തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തേക്കുന്ന സ്റ്റെപ്സ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. ഫൈനൽ ആൻസർ ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അടുത്ത സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ആയിട്ട് തന്നെ ഒരു ക്ലാസ് വീഡിയോ ആയിട്ട് തന്നെ ആ പറയുന്ന ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെക്ഷൻ. താങ്ക് യു.